ഈ ചിത്രം താങ്കളുടെ സഹോദരൻ്റെയാണോ? ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ടി വിയിൽ വരുന്നതും പത്രങ്ങളിൽ വരുന്ന ചിത്രമാണ്. ഇത് താങ്കളുടെ സഹോദരനാണ്. ഈ സഹോദരൻ എത്ര വർഷം മുമ്പാണ് ഇവിടെ പോയത്? 30 വർഷം കഴിഞ്ഞു. 30 കഴിഞ്ഞു. ഇദ്ദേഹത്തെ നിങ്ങളെ വീട് എവിടെയായിരുന്നു? ശരിക്കും ഇവിടെ തന്നെ? ഞങ്ങൾ വിരുപ്പാക്കായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 3 ആള്. 3 പേര്. ആരൊക്കെ? ഒന്ന് ദാമോദരൻ, ഒന്ന് ഞാൻ, ഒന്ന് എൻ്റെ പെങ്ങൾ പുറത്ത് പോയിക്കുക, സരളാദേവി. ഇത് മരുമകളാണ്. ഇപ്പം കണ്ടാലും മരുമകനാണ്. എത്ര നാൾ മുൻപാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്? അത് 30 വർഷം മുമ്പ്. എന്താണ് പഠിച്ചിരുന്നത്? എവിടെയൊക്കെയാണ് അദ്ദേഹം പഠിച്ചിരുന്നത്? ഇവിടെ കേരളത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രെയിനിങ് ഇരിക്കുമ്പോൾ പഠിച്ചു. പൂനെയിൽ താമസിക്കുമ്പോൾ പഠിച്ചു. പൂനെയിൽ പിമ്പിളിയിലാണ്. എന്നിട്ട് അവിടുന്ന് റിട്ടയർഡായി പോകുമ്പോൾ അവിടുന്ന് പൈസ കിട്ടിയത് തന്നു. 30 അതുകൊണ്ട് അത്യാവശ്യം മരാമത്തൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പറക്കൽ വളർന്നു. രഘുനന്ദുണ്ട് ഇവിടെ. അങ്ങനെ നിങ്ങളായിട്ട് അവസാനം ബന്ധപ്പെട്ടത് എപ്പോഴാണ്? 30 വർഷമായി ഇവിടെ വന്നിട്ട്. പിന്നെ ഇടയ്ക്ക് ഫോണിലാണ് വിളിക്കാറുള്ളത്? ഫോണിൽ വിളിക്കാറുള്ളൂ. ഫോണിൽ വിളിച്ചിട്ട് എത്ര നാളായി? ഫോണിൽ വിളിച്ചിട്ട് കുറച്ച് കളി ഞാനായിട്ട്. ഇപ്പോൾ അടുത്ത് വിളിച്ച് മരുമാനാണ്. അപ്പോൾ വിളിച്ച് സംസാരിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന അതിന് ശേഷം ഏതെങ്കിലും ഫോട്ടോയോ നേരിട്ട് അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ വേറെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്നൊരു ഫോട്ടോ? അത് കട്ടിൽ പിടിച്ച് നിൽക്കണം ഭാഗമാണ് ഉണ്ടത്. അത് മരുമകനാണ്, ഗോപി. അത് എത്ര നാൾ മുമ്പത്തെയാണ്? 1 മാസമായിട്ടുള്ളൂ. 1 മാസം മുൻപത്തെയാണ്. ഇപ്പം എത്ര വയസ്സുണ്ടാവും അദ്ദേഹത്തിന്? 80 വയസ്സായിട്ടുണ്ടാവും. 80. അങ്ങേര് ആദ്യം എവിടേക്ക് പോയി? എങ്ങനെയാണ് മലേഷ്യയിലും ബ്രൂണോയിലേക്ക് എത്തിപ്പെട്ടത്? അവിടെ എത്തിപ്പെട്ട് ഇങ്ങോരെ സ്വന്തം കഴിവാണ്. എന്താണ് ആള് വർക്ക്? അങ്ങോട്ട് ടെലക്കോലായിരുന്നു. ടെലക്കോയിൽ JE ആയിട്ട് പ്രൊമോഷൻ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അത് വേണ്ട അവിടെ നിന്ന്. എന്നിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു കൊടുത്തു ടെലക്കോൽ. ഞാൻ അവിടേക്ക് ഇറങ്ങിയ ആളാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു. അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞ് ഇവിടെ 6 മാസം ട്രെയിനിങ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങോരെ ഇവിടെ JE ആക്കാൻ നിശ്ചയിച്ചു. ആര്? കമ്പനി. ഈ അങ്ങോട്ട് പാരീസിലൊക്കെ പോയി. അപ്പോൾ അങ്ങോരെ വേണ്ടച്ചു. എന്നിട്ട് അങ്ങോരെ ഇഷ്ടപ്രകാരം മലേഷ്യക്ക് കിടന്നു. അപ്പം അന്ന് ചെന്ന സമയത്ത് നമ്മുടെ അമ്മാവൻ മരിച്ച അമ്മാവൻ വിലാസൻ എവിടെയുണ്ട്, അങ്ങോരും ഇവിടെ ഉണ്ട്. ഒക്കെ ഇപ്പോൾ നല്ല കാലം കൊണ്ട് അങ്ങോർക്കവിടെ രക്ഷപ്പെടാൻ സാധിച്ചു. പിന്നെ സ്വന്തം കഴിവ്. പിന്നെ MI പാസ്സായിട്ടുണ്ട്. ഈ ഫോട്ടോ വന്നതിന് ശേഷം പോലീസൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിരുന്നോ? പോലീസൊന്നും പറഞ്ഞ അന്വേഷിക്കാം, ബഹുമാനിക്കാം. പിണറായി സച്ചിപ്പ് അവസാനത്തെ ആളല്ലേ, വേറെ ഒന്നുമില്ല. പിണറായി ഇതേ എന്നോട് പുറക്കരുത് വാക്ക് പറഞ്ഞത് MP മേനോൻ. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം നിങ്ങൾ പോലീസിനെ അറിയിക്കുമോ? ഇത് ഈ പ്രചരിക്കുന്ന ഫോട്ടോ തൻ്റെ സഹോദരൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് പോലീസിനെ തന്നെ അറിയിച്ചോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യാതൊന്നും വിടുന്നില്ല. ആരും ഞങ്ങളെ ഒന്നും അന്വേഷിച്ചില്ല. ഏഷ്യാനെറ്റിൽ ഒരാളെ എൻ്റെ ജോലിയുണ്ട്, രഘുമേനോൻ. അവൻ വണ്ടി കൊണ്ട് വന്നു, വീട്ടുകാരനാ. ആ വണ്ടി അവിടെ ഇട്ടു, ഇവിടെ വന്നു താമസിച്ചു പോയി. വേറെ ആരും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വസ്തുത വരുത്തണം എന്നുള്ളതുണ്ടോ? എന്തേ ഇപ്പോൾ ഇങ്ങനെ ഈ പ്രചരിക്കുന്ന ഇതിൽ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം പൊതുസമൂഹത്തിന് നിന്നുണ്ടോ? അതൊന്നുമില്ല. സത്യങ്ങൾ സത്യമായിട്ട് തന്നെ വരുള്ളൂ. അതിനെ തിരിച്ചു പിടിക്കാൻ ഞാൻ മുട്ടക്കില്ല. പിന്നെ സ്വന്തം രക്തമാണ്, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇത് അവസാനം ബിലാസിൻ്റെ ചേട്ടന് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 78 ആയി. 78. അപ്പോൾ നിങ്ങൾ 2 വയസ്സിനാണ് വ്യത്യാസം? മനസ്സിലായോ? അപ്പോൾ ഈ പ്രചരിക്കുന്ന ഫോട്ടോ അത് താങ്കളുടെ പാസ്പോർട്ടിലുള്ള പേരും താങ്കളുടെ സഹോദരൻ്റേതാണ്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുകുമാരക്കുറുപ്പിൻ്റേതല്ല. അവിടെ ഒരു ഫോട്ടോ, പഴയ ഫോട്ടോ അകത്തിരിക്കുന്നുണ്ട്. വെച്ചു പോയതാ. ഒരു തൃശ്ശൂർ വിട്ടെടുത്തു, ഞങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഫോട്ടോ വെച്ചു തന്നു. സുകുമാരക്കുറപ്പൊന്നുമില്ല. ഏതായാലും എനിക്ക് സത്യം, ഞാൻ ഇവിടുന്ന് മച്ചാട് മാമാങ്കം കഴിഞ്ഞിട്ട് രാത്രി പോവാണ്. കുറച്ചാടെ പോകുമ്പോൾ എൻ്റെ ഭാര്യ വീട് മുന്നൂർക്കരയാണ്. അപ്പോൾ പള്ളിയുടെ അവിടേക്ക് എത്തിയപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ ഞാൻ പക്കം മാറുന്നു. അപ്പോൾ ആളതിൻ്റെ ഇരുന്ന് ചവിട്ടടാ എന്ന് പറഞ്ഞു. കരുണാകരൻ. നിങ്ങൾ അങ്ങനെ ബന്ധമുള്ള ആളുകളാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും ഈ പറയുന്ന പ്രചരണം അത് അടിസ്ഥാനരഹിതമാണ്. തൻ്റെ സഹോദരനാണ് ഈ പറയുന്ന ദൃശ്യങ്ങളിലുള്ളതെന്നാണ് പറയുന്നത്. റിപ്പോർട്ടർ ജയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.